ദാസരിൽ ദിവ്യദാനങ്ങളേഴുമേകുവാൻ നീ വരൂ. പാവനാത്മനെ കാത്തിരിക്കുമേ ദാസരിൽ ദിവ്യദാനങ്ങളേഴുമേകുവാൻ നീ വരൂ. വരമായി ആത്മദാനമായി വരമായി ജീവശക്തിയായി ഞായറാഴ്ച വൈകിട്ട്, അതായത് ഇന്നലെ വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ, ഈ ശുശ്രൂഷ സമയത്ത് നിന്നോട് കർത്താവ് പറയുന്നൊരു കാര്യം, നീ ഇനിയുമുള്ള നാളുകളിൽ സ്വീകരിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. നോമ്പ് ഉപവാസവും ഈസ്റ്ററോടുകൂടെ അവസാനിപ്പിക്കാനല്ല, മറിച്ച് ഈശോ ഇതാ കൽപ്പിക്കുന്നു. അല്ലേ? ചിലരുടെ ഇരിപ്പൊക്കെ കണ്ടില്ല. ഓൺലൈനിലുള്ളവരും അങ്ങനെ തന്നെ. വലിയ വലിയ സംഭവങ്ങളാണ്, പക്ഷേ ഒരു ഉപകാരവും ഇല്ല. ചാർജില്ലെന്ന്, ശക്തിയില്ലെന്ന്, ക്ഷീണിച്ചു പോയി, ചില വിഷയങ്ങൾ പെട്ട് ഞെരുങ്ങിക്കിടക്കുക. എന്നെ കേൾക്കുന്ന ഓരോരുത്തരൊന്ന് ശ്രദ്ധിക്കണേ. നിന്റെ സ്വഭാവ രീതികളും മാറുന്നത് എങ്ങനെയാ? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ മുതൽ സ്വഭാവ രീതികൾക്ക് വലിയ വ്യത്യാസം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു അഭിഷേക ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു അഭിഷേക ശുശ്രൂഷയാണ്. അപ്പോൾ ഈ ശുശ്രൂഷയുടെ പ്രത്യേകത, നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ സംഭവിക്കും. അപ്പം അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈസ്റ്റർ കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പന്തക്കുസ്ത? 50 ദിവസം. എത്ര ദിവസം? 50 ദിവസം. ഇന്നലെ ഈസ്റ്റർ കഴിഞ്ഞു. ഇന്ന് മുതൽ നീണ്ടു നിൽക്കുന്ന 50 ദിവസത്തെ പ്രാർത്ഥനയും ഒരുക്കവും. പ്രിയപ്പെട്ടവരെ, ചിലരെങ്കിലും ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ടും ഓൺലൈൻ ഇരുന്നു കൊണ്ടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താ ഈ പന്തക്കുസ്തയുടെ പ്രത്യേകത? എന്താ ഈ പന്തക്കുസ്തയുടെ പ്രത്യേകത? പ്രിയപ്പെട്ടവരെ, നോമ്പ് ഉപവാസവും എന്നുവരെ ആയിരുന്നു? ഈസ്റ്റർ വരെ, അല്ലേ? ഈസ്റ്റർ വരെ ആയിരുന്നു നമ്മുടെ നോമ്പ് ഉപവാസമൊക്കെ. ചിലരൊക്കെ ഉപവാസവും നോമ്പും കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ചിലരുടെയൊക്കെ വീട്ടിൽ ചിലരൊക്കെ കിടപ്പിലാണിപ്പം. കാരണം ഈസ്റ്റർ ആഘോഷം ഇച്ചിരി കൂടിപ്പോയത് കൊണ്ട് അതിൻ്റെ ഭാരത്തിലാണ് ചിലരൊക്കെ. ശ്രദ്ധിച്ചേ, ഈസ്റ്ററിൻ്റെ അന്ന് വൈകുന്നേരം, അതായത് ഇന്നലെ വൈകുന്നേരം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യം വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ബൈബിൾ ഒന്ന് തുറന്നേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം തിരുവചനം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 20 വേഴ്സ് 19 ഓൺവേഴ്സ്. അതായത് ഈസ്റ്ററിൻ്റെ ദിവസം വൈകുന്നേരം ചില കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു. ആ സംഭവിച്ച കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണ് നമ്മളും ഈ പന്തക്കുസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം തിരുവചനം ഒന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. 19-ാം തിരുവചനം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം എന്താ പറയുന്നത്? ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട്. എന്ന് വൈകിട്ട്? എന്ന് വൈകിട്ടാ? ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് എന്ന് പറഞ്ഞാൽ അതേതാ ദിവസം? ഞായറാഴ്ച. അതേത് ഞായറാഴ്ചയാണ്? എന്താ ഞായറാഴ്ചയുടെ പ്രത്യേകത? അതറിയണമെങ്കിൽ 20-ാം അധ്യായം 1-ാം വചനം ഒന്ന് ശ്രദ്ധിച്ചേ. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു. കണ്ടോ? ഈസ്റ്ററുടെ ഉത്ഥാന ദിവസത്തെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. ഈസ്റ്ററിന്റെ രാവിലെ ചില കാര്യങ്ങൾ സംഭവിച്ചു. അന്ന് വൈകുന്നേരം നടന്നതിനെ കുറിച്ച് 19-ാം വചനം പറയുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട്, ഞായറാഴ്ച വൈകിട്ട്, അതായത് ഇന്നലെ വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ, ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന്
അതെന്താ ഭയക്കാൻ കാരണം? എന്തിനാ ശിഷ്യന്മാർ ഭയപ്പെടുന്നേ? ആ ഭയപ്പെടാൻ കാരണം ഇവരുടെ നേതാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അടുത്തതാരാ? ഇവരോരോരുത്തരും കൊല്ലപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ പേടി, ഭയം, അസ്വസ്ഥത, പലതരത്തിലുള്ള ഭയങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. പലതരത്തിലുള്ള ആകുലതകൾ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ചില വിഷയങ്ങൾ വല്ലാണ്ട് ഭാരപ്പെടുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ സാന്നിധ്യ ശക്തിയുടെ പ്രത്യേകത. നമ്മളത് മനസ്സിലാക്കാൻ പോവാ. ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. അവരുടെ മധ്യത്തിൽ നിന്നു, അവരുടെ ഒത്ത നടുവിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ, ഭയത്തിൻ്റെ, ആകുലതയുടെ ഒത്ത നടുവിൽ ഈസ്റ്റർ കഴിഞ്ഞുള്ള ഈ ദിനത്തിൽ ഈശോ വന്ന് നിന്നിട്ട് പറയാണ്, നിനക്ക് സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവർക്ക് ഒരു സമാധാനം കൊടുത്തേ, സമാധാനം കൊടുത്തേ. ഇവിടെ മാത്രമല്ല, നമ്മൾ വീട്ടിലും സമാധാനം കൊടുക്കണം, അല്ലേ? ചിലരെ കാണുമ്പോൾ നമ്മൾ എന്ത് പറയും? അയ്യോ, സമാധാനം പോയി. നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നണം സമാധാനം. പീസ് ബി വിത്ത് യു. ഹെബ്രായ ഭാഷയിൽ നമ്മൾ പറയും ഷാലോം, സമാധാനം, 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 ഷാലോം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സമാധാനം കൊടുക്കണം. സമാധാനം എന്ത് കൊടുക്കണം? സമാധാനം കൊടുക്കണം. ഈസ്റ്ററിനോട് ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ കൃപ എന്നതാണ്? സമാധാനം. നിവർന്നിരുന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നുണ്ടോ? അത് വലിയൊരു ചോദ്യമാണ്, അല്ലേ? നമ്മുടെ പെരുമാറ്റം, ഇപ്പോൾ ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ ചിന്തിച്ചേ, നിന്റെ പെരുമാറ്റം നിന്റെ വീട്ടിലുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചേ, എൻ്റെ സംസാരം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നുണ്ടോ? ഒത്തിരി ഉത്തരങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. എന്തു ആവട്ടെ, ഈശോ നിന്റെ മുമ്പിൽ നിന്നിട്ട് പറയുന്നു, നിനക്ക് സമാധാനം. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വചനം മുന്നോട്ട് വായിക്കാം. 20-ാം വചനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. കണ്ടോ? സന്തോഷിച്ചു. ആര്? ശിഷ്യന്മാർ സന്തോഷിച്ചു. അടുത്ത വചനം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവെന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. 22-ാം വചനം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 20 വേഴ്സ് 22. 20-ാം അധ്യായം 22-ാം തിരുവചനം. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരുടെ മേൽ ഊതി. ഈ വാക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? നിശ്വസിച്ചു, ഊതി. എവിടെയെങ്കിലും മനസ്സിൽ ഓർമ്മയുണ്ടോ? പഴയ നിയമത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തെ ദൈവം സൃഷ്ടിക്കുമ്പോൾ മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയ ആദത്തിന്റെ നാസാരന്ധ്രത്തിലേക്ക് ദൈവം ഊതി. ജീവശ്വാസം എന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ കൊടുത്തുവെന്നാണ്. പരിശുദ്ധാത്മാവിനെ സമ്മാനിച്ചു. പുതിയ നിയമത്തിൽ ഈശോ ശിഷ്യന്മാരെ വിളിച്ച് മുമ്പോട്ട് മാറ്റി നിർത്തിയിട്ട് അവരുടെ മേൽ കൈകൾ വെച്ച് അവരുടെ ശിരസിൽ ഊതിക്കൊണ്ട് പറഞ്ഞു, നീയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേൻ. ഹല്ലേലൂയാ. വലതും ഇടതും ഇരിക്കുന്നവർക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നീയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പറഞ്ഞു കൊടുത്തേ. നീയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഹല്ലേലൂയാ. ചിലര് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. ഈസ്റ്ററിന്റെ ക്ഷീണം മാറിയിട്ടില്ല, അല്ലേ? ഇച്ചിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. സാരയില്ല. ഇങ്ങോട്ട് നോക്കിക്കേ. എന്ത് തന്നെയാണെങ്കിലും ഈ ശുശ്രൂഷ സമയത്ത് നിന്നോട് കർത്താവ് പറയുന്നൊരു കാര്യം, നീ ഇനിയുമുള്ള നാളുകളിൽ സ്വീകരിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിനെയാണ്. ഞാൻ ചോദിക്കട്ടെ, ശിഷ്യന്മാരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ? അന്നു മുതൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ? പല പല മാറ്റങ്ങൾ ഉണ്ടായി, അല്ലേ? നിങ്ങൾ പലരും പറയുന്നുണ്ട് പല പല ഉത്തരങ്ങളും.
അവർക്ക് ഭാഷാവരം കിട്ടി, ദർശനവരം കിട്ടി, വചന ശുശ്രൂഷയ്ക്ക് ഇറങ്ങി തിരിച്ചു, അവർക്ക് ശക്തി കിട്ടി, ഇങ്ങനെ പലതും പറയുന്നുണ്ട്. എന്നാൽ ബൈബിള് പറയുന്നു ഇതൊന്നും അവരുടെ സ്വഭാവത്തിലുണ്ടായില്ല. ഇതൊന്നും അവരുടെ സ്വഭാവത്തിലുണ്ടായില്ല. ഇതറിയണമെങ്കിൽ തൊട്ടടുത്ത അധ്യായം 21 അധ്യായം 3 വചനം വായിച്ചാൽ മതി. 21 അധ്യായം 3 വചനം. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ആര്? ശിമയോൻ പത്രോസ്. അതെന്നാ പരിപാടിയാ? ശിമയോൻ പത്രോസിനോട് ഈശോ പറഞ്ഞിട്ടുണ്ട്, മേലിൽ നീ ആ പണിക്ക് പോയേക്കരുത്, ഇനി നീ മനുഷ്യരെ പിടിക്കുന്നവരാണ്. ദേ പരിശുദ്ധാത്മാവിനെ കിട്ടിയ, അഭിഷേകം കിട്ടിയവൻ ദേ പോകുന്നു, പോകാൻ പാടില്ലാത്ത പണിക്ക് പോയി. അപ്പൊ കൂടെയുള്ള ശിഷ്യന്മാരെന്ത് പറഞ്ഞു? ഞങ്ങളും നിന്റെ കൂടെ വരികയാണ്. അപ്പോൾ ഒരു ചോദ്യം, ഇവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലേ? കിട്ടിയില്ലേ? പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? എന്തെങ്കിലുമൊക്കെ പറ. പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ കിട്ടി, പക്ഷെ അവർക്ക് അനുഭവിക്കാൻ പറ്റിയില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. എന്താണ് 2025 മെയ് മാസം 30 മുതൽ പോട്ട ആശ്രമത്തിൽ 10 ദിവസത്തെ പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തുന്നത്? എന്താണച്ചോ? എന്തിനാ ഇതിന്റെ പ്രാധാന്യം? ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഞങ്ങൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചൊക്കെ നടക്കുന്നവരല്ലേ, എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്നറിയാവോ? ശിഷ്യന്മാരുടെ സ്വഭാവ രീതികൾ മാറിയത് എവിടെ മുതലാണെന്നറിയാവോ? അത് അപ്പസ്തോല പ്രവർത്തനം 2 അധ്യായത്തിലെ 1 മുതലുള്ള വചനങ്ങളിലാണ്. പരിശുദ്ധാത്മാവിനെ അവർ സ്വീകരിച്ചു, പക്ഷേ അവർക്ക് പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ 2 വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. ചേച്ചി, മാമോദീസായിൽ എന്ത് കിട്ടി? പരിശുദ്ധാത്മാവിനെ കിട്ടി. ഇല്ലേ ചേട്ടാ, എന്ത് കിട്ടി? പരിശുദ്ധാത്മാവിനെ കിട്ടി. സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ചിരിക്കുക അല്ലേ? പരിശുദ്ധാത്മാവിനെ കിട്ടി, സ്വഭാവത്തിൽ വല്ല മാറ്റം ഉണ്ടോ? ഉണ്ടല്ലോ അല്ലേ? എൻ്റെ പേര് തോമസ്, എൻ്റെ പേര് ഫ്രാൻസിസ്, എൻ്റെ പേര് എലിസബത്ത്, എൻ്റെ പേര് മേരി. പേര് കിട്ടി. ആരുടെ? വിശുദ്ധരുടെ പേര് കിട്ടി, പക്ഷേ സ്വഭാവത്തിലൊന്നുമില്ല, പേര് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ചിലരൊക്കെ പറയത്തില്ല, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്. ദേ, നമ്മൾ എന്തെല്ലാം വീമ്പിളക്കിയാലും നമ്മുടെ സ്വഭാവത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല, വീമ്പിളക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. രാവിലെ മുതൽ ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞ് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്, ഞാൻ അങ്ങനെയാണ്, എൻ്റെ കുടുംബം പണ്ട് അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, തോമാസ് ശ്ലീഹായിൽ നേരിട്ട് കിട്ടിയവരാണ് ഞങ്ങൾ. ശരിയാ, പക്ഷേ നിന്റെ സ്വഭാവത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നുണ്ടോ? ചോദ്യം അവിടെയാണ്. ഈ 2025 നമ്മൾ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദേ ബൈബിൾ പറയുന്ന കാര്യം എന്നാണെന്നറിയാവോ? ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ള ദിനങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് അതിശക്തമായി പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ദിനങ്ങളിലേക്കുള്ള യാത്രയായിരുന്നു. ഉയർപ്പ് കഴിഞ്ഞിട്ട് 40-ാം ദിനം ഈശോ എന്ത് ചെയ്തു? പറഞ്ഞേ. സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എന്താ? ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് പറഞ്ഞ കാര്യം എന്നാന്നറിയാവോ? എന്താ പറഞ്ഞേ? അപ്പസ്തോല പ്രവർത്തനം. ബൈബിളും തുറന്നേ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അപ്പസ്തോല പ്രവർത്തനം 1 അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്നും നിങ്ങൾ കേട്ട വാഗ്ദാനം കാത്തിരിക്കുവിൻ. ഈശോ അവരോട് കൽപ്പിച്ചു. ദേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും ഈശോ കൽപ്പിക്കുകയാണ്. വെറുതെ കൊച്ചു വർത്തമാനം പറഞ്ഞു എന്നല്ല, നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യുന്നല്ല, മറിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം, നോമ്പ് ഉപവാസവും ഈസ്റ്ററോടുകൂടെ അവസാനിപ്പിക്കാനല്ല, മറിച്ച് ഈശോ ഇതാ കൽപ്പിക്കുന്നു. ഈശോ കൽപ്പിക്കുന്നു. എന്ത് കൽപ്പിക്കുന്നു? യു മസ്റ്റ് വെയിറ്റ് ആൻഡ് പ്രേ ഫോർ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞേ, കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞേ, കാത്തിരുന്ന്. വെയിറ്റ് ആൻഡ്
പ്രേ ഫോർ ഹോളി സ്പിരിറ്റ്. ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ആർക്ക് വേണ്ടി? പറ, ആർക്ക് വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി. നമ്മൾ മെയ് മാസം 30 മുതൽ ജൂൺ മാസം 8 വരെ 10 ദിനങ്ങളിലെ പ്രാർത്ഥന ഒരുക്കിയിരിക്കുക. അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ 1-ാം അധ്യായം 8-ാം വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ടോ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇപ്പൊ നമുക്ക് എന്തില്ല? ശക്തിയില്ല, ബലം കുറഞ്ഞു, ക്ഷീണത്തിലാണ്, ഉറക്കത്തിലാണ്, അസ്വസ്ഥതയിലാണ്, ആകുലതയിലാണ്. കാരണം ശക്തി ഉള്ളിലില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇവിടെയൊക്കെ ഇരിക്കുന്നവര് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ. ചോദിക്കട്ടെ, മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ചാർജ് കുറയുമോ കൂടുമോ? കുറയും. ബാറ്ററിയുടെ ചാർജ് കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുത്തിവെക്കും, അല്ലേ? നമ്മൾ കുത്തിവെച്ച് ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അയ്യോ ചാർജ് കയറിയില്ല, സ്വിച്ച് ഓണാക്കാൻ മറന്നുപോയി, ഇല്ലെങ്കിൽ അതിൻ്റെ കണക്ഷൻ അങ്ങോട്ട് കറക്റ്റ് ആയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും സ്വിച്ച് ഓക്കെ ഓണാക്കി വീണ്ടും ചാർജ് ചെയ്യാൻ കുത്തും. അപ്പോൾ ബാറ്ററി ചാർജ് കയറും. അപ്പോൾ ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊള്ളാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചാർജ് ഇല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ മൊബൈലാണെന്ന് പറഞ്ഞാലും കാര്യമില്ല. കാണാൻ കൊള്ളാം, കാര്യത്തിന് കൊള്ളിയല്ല, അല്ലേ? എന്ന പോലെയാണ് നമ്മുടെ അവസ്ഥ. ചിലരെ കാണാൻ കൊള്ളാം, കാര്യത്തിനൊന്നും കൊള്ളിയല്ല, അല്ലേ? ചിലരുടെ ഇരിപ്പൊക്കെ കണ്ടില്ലേ? ഓൺലൈനിലുള്ളവരും അങ്ങനെ തന്നെ. വലിയ വലിയ സംഭവങ്ങളാണ്, പക്ഷേ ഒരു ഉപകാരവും ഇല്ല. ചാർജില്ലെന്ന്, ചാർജേ ശക്തിയില്ലെന്ന്, ക്ഷീണിച്ചു പോയി. ചില വിഷയങ്ങൾ പെട്ട് ഞെരുങ്ങിക്കിടക്കുക, ഞെരുക്കം, വല്ലാതെ അസ്വസ്ഥതയില്ല. ദേ ശ്രദ്ധിച്ചേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ നേടേണ്ട ചാർജാണ് പരിശുദ്ധാത്മാവ്. 2025 നീ ഒരുങ്ങി പ്രാർത്ഥിക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1-ാം തിരുവചനം എന്താ വചനം? പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. എത്ര പേരായിരുന്നു? ഏകദേശം 120ഓളം പേര്. ആരായിരുന്നു അവരുടെ ലീഡർ? പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എത്ര ദിവസം? 10 ദിവസത്തെ പ്രാർത്ഥന. അവര് പ്രാർത്ഥന തുടങ്ങി രാവും പകലും ഒരൊറ്റ വിഷയത്തിന് വേണ്ടിയേ പ്രാർത്ഥിച്ചുള്ളൂ. ഏത് വിഷയം? പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന് വേണ്ടി ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നു, ഇതാ 9 ദിനരാത്രങ്ങളിലെ പ്രാർത്ഥന. അങ്ങനെയാണ് നൊവേന എന്ന വാക്കുണ്ടായിരിക്കുന്നത്. നമുക്ക് പരിചയമുള്ള നൊവേന ഏതാ? അന്തോനിസ് പുണ്യവാളിന്റെ നൊവേന, യൂദാ തദേവുസിന്റെ നൊവേന, അല്ലേ? എന്നാൽ കത്തോലിക്ക സഭയിലെ ആദ്യത്തെ നൊവേന പ്രാർത്ഥന പരിശുദ്ധാത്മാവിനോടാണ്. നൊവേന 9 ദിനരാത്രങ്ങളിലെ പ്രാർത്ഥന. ശ്രദ്ധിച്ചോളൂ, ഈ വരുന്ന മെയ് മാസം 30-ാം തീയതി മുതൽ ജൂൺ മാസം 8-ാം തീയതി വരെ 9 ദിവസത്തെ തുടർച്ചയായ പ്രാർത്ഥനയുടെ അവസാനം 8-ാം തീയതി പന്തക്കുസ്ത അഭിഷേകത്തിന് വേണ്ടി ഞാനും നിങ്ങൾ ഒരുങ്ങുകയാണ്. ഇന്ന് ഈ ഒരു സന്ദേശം നീ കേൾക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ബന്ധങ്ങളിലും പരിശുദ്ധാത്മാവ് വേണം. അതിനുവേണ്ടി നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. വലതുകര ഉയർത്തി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ്, അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 2-ാം തിരുവചനം തൊട്ട് പഠിപ്പിക്കുകയാണ്. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുനിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ സ്വഭാവം മാറിയത് അന്നു മുതലാണ്. അന്ന് മുതൽ അവരുടെ സ്വഭാവം മാറി. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിക്കണേ. നിന്റെ സ്വഭാവ രീതികളും മാറുന്നത് എങ്ങനെയാ?
പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ മുതൽ സ്വഭാവ രീതികൾക്ക് വലിയ വ്യത്യാസം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ 2025 പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ ജീവിതത്തിൽ ഈ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കണം. പല പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയല്ല ഇത്, മറിച്ച് ഈ 2025 മെയ് മാസം 30 മുതലുള്ള 10 ദിവസത്തെ പന്തക്കുസ്ത, അതിൽ പങ്കെടുക്കാനുള്ള വലിയ തീരുമാനം. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പോട്ട ആശ്രമത്തിൽ വന്ന് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഇപ്പോൾ മുതൽ ചെയ്യണം. നേരത്തെയൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് റൂം സൗകര്യങ്ങളൊക്കെ വേണമെങ്കിൽ അത് ക്രമീകരിക്കണം. നമുക്ക് ഒത്തിരി പേർക്ക് ഇവിടെ താമസിക്കുന്ന സൗകര്യ കുറവുണ്ട്. 200 പേരെയാണ് നമ്മളിവിടെ താമസത്തിനുള്ള സൗകര്യം ക്രമീകരിക്കുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം വന്നു പോകത്തക്ക വിധത്തിൽ വലിയൊരു കൺവെൻഷനാണ്, 10 ദിവസത്തെ പന്തക്കുസ്ത കൺവെൻഷനാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ മെച്ചമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവ രീതികൾക്ക് അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും. സ്വഭാവ രീതികൾക്ക് അത്ഭുതകരമായ മാറ്റം നിങ്ങൾ ചെയ്യണം. 1, ഇതിനു വേണ്ടി പ്രാധാന്യം. 2, നിയോഗം വെച്ച് ഒരു പേപ്പറിൽ നിങ്ങൾ നിയോഗം എഴുതണം. അത് ഇന്ന് തന്നെ നിയോഗം എഴുതി ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പാട്ടും പ്രാർത്ഥനയും ഒക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഈ നിയോഗം നമ്മൾ വെച്ചേക്കണം. ഇന്ന് തന്നെ പറ്റുമെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ ഈ നിയോഗം എഴുതി നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലോ നിങ്ങൾ ആ രൂപത്തിൻ്റെ അടുത്തോ നിങ്ങൾ ആ നിയോഗം എഴുതി വയ്ക്കുക. നാളുകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്ത ചില കാര്യങ്ങളായിരിക്കും. ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മടുത്തിട്ടുണ്ടാവും. ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഇന്ന് തന്നെ ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എവിടെ ഇരുന്നു കൊണ്ടാണെങ്കിലും ഇന്നു മുതൽ നമ്മൾ ഈ വിഷയത്തിന് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങുന്നു, പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ പരമാദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. നമ്മളായിരിക്കുന്നിടങ്ങളിൽ 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അത് നമ്മിൽ അനുഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ പ്രവർത്തിക്കണമേ, അതിനുവേണ്ടി ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ജോൺ ബോൾ 2 മാർപ്പാപ്പ പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവ് വരണമേ. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് എല്ലാവരും ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവ് വരണമേ, പരിശുദ്ധാത്മാവ് വരണമേ, പരിശുദ്ധാത്മാവ് വരണമേ. എല്ലാവരും ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം. നമ്മളിൽ പലരും ക്ഷീണിച്ചവരാണ്. നമ്മളിൽ പലരും ആകുലപ്പെട്ടും ഭയപ്പെട്ടും അസ്വസ്ഥതയിലുമാണ്. ഇതാ അപ്പസ്തോല പ്രവർത്തനം 1:8 പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് ശക്തിയാണ്. നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ നിനക്ക് കൃപ നൽകുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ നിറയണം. പരിശുദ്ധാത്മാവേ എനിക്ക് ശക്തി വേണം, പ്രാർത്ഥനാ വരം വേണം,
എൻ്റെ ചിന്തകളെ പരിശുദ്ധാത്മാവെ ക്രമീകരിക്കണം. എൻ്റെ എല്ലാ ആലോചനകളെയും പരിശുദ്ധാത്മാവെ ക്രമീകരിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. നമ്മൾ പരിശുദ്ധാത്മാവേ എന്നുള്ള ആ പേര് അതിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ എന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയണം. പരിശുദ്ധാത്മാവിൻ്റെ പേര് പറയണം. കാരണം ഈശോയെ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ട ഒരു പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. നമ്മളതിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ പലതും ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ എന്ന് പറയണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് ഇടപെടാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിക്കാൻ തുടങ്ങും. നമ്മുടെ ഓർമ്മകളിലും ചിന്തകളിലും വിചാരങ്ങളിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിലേക്ക് പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ തുടങ്ങും. ആഗ്രഹിക്കണം, എല്ലാവരും ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. എല്ലാവരും ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എല്ലാവരും ചോദിച്ചു മേടിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്. ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് ഇടപെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ.